ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീന സന്ദർശിക്കും. ഇന്നും നാളെയുമായി അദ്ദേഹം വിവിധ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. 57 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അർജന്റീനയിലെത്തുന്നത്. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. പാലക്കാട് സ്വദേശിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനയിൽ നിപ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ സ്ഥിരീകരണത്തിനായി അയച്ച സാമ്പിളുകളിൽ പാലക്കാട് ചികിത്സയിലുള്ളയാൾ പോസിറ്റീവായി. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേർ ഉള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെല്ലാം ആരോഗ്യ പ്രവർത്തകരാണ്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. നാളെ രാവിലെ കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ചെന്നൈയിലേക്ക് മടങ്ങും. 2026ലെ ഹജ്ജ് അപേക്ഷകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ സ്വീകരിച്ചു തുടങ്ങുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ നടന്ന ഹജ്ജ് അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അപേക്ഷകരും സമയപരിധിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൌർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്ന ആദ്യ രാഷ്ട്രമായി റഷ്യ. അഫ്ഗാനിസ്ഥാന്റെ പുതിയ അംബാസഡറിനെ റഷ്യ അംഗീകരിച്ചു. ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനൊപ്പം സുരക്ഷ, ഭീകരവിരുദ്ധത ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ റഷ്യ അഫ്ഗാൻ സർക്കാരിനെ സഹായിക്കുന്നത് തുടരുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെന്റായ ഡ്യൂറന്റ് കപ്പിന്റെ 2025ലെ മത്സരങ്ങൾ ഈ മാസം 23 മുതൽ ഓഗസ്റ്റ് 23 വരെ നടക്കും. പശ്ചിമബംഗാൾ, അസം, മണിപ്പൂർ, മേഘാലയ, ഝാർഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ തവണ മോഹൻ ബഗാനെ തോൽപ്പിച്ച് കന്നിക്കിരീടം നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയാണ് നിലവിലെ ചാമ്പ്യന്മാർ. തുടർ ചികിത്സാ പരിശോധനകൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അമേരിക്കയിലേക്ക് തിരിക്കും. 10 ദിവസം ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം അമേരിക്കയിൽ തങ്ങും. ഓഹരി സൂചികയിൽ കൃത്രിമം കാണിച്ച് 4843 കോടി രൂപ തട്ടിയതിന് യുഎസ് ആസ്ഥാനമായുള്ള നിക്ഷേപ സ്ഥാപനം ജെയിൻ സ്ട്രീറ്റിന് സെബി വിലക്കേർപ്പെടുത്തി. നിയമവിരുദ്ധമായി സമ്പാദിച്ച പണം കൈമാറുന്നതിനായി ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ എസ്ക്രോ അക്കൌണ്ട് തുടങ്ങാൻ സെബി ഉത്തരവിട്ടു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ അടിയന്തര പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ച 120 കോടി രൂപ സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചതിനെക്കുറിച്ച് കേരള ഹൈക്കോടതി ഗവർണറിൽ നിന്ന് റിപ്പോർട്ട് തേടി. ദുരന്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള ടൌൺഷിപ്പ് പദ്ധതി ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൽപ്പറ്റയിൽ ടൌൺഷിപ്പ് നിർമ്മിക്കുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് സംസ്ഥാന സർക്കാർ എംപിമാരുടെ യോഗത്തിൽ അറിയിച്ചു. ഇത് സംബന്ധിച്ച കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും യോഗം വ്യക്തമാക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗം തിരുവനന്തപുരത്താണ് ചേർന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2ാം വാല്യം പാഠപുസ്തകത്തിൽ ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും എന്ന പാഠഭാഗം കൂടി ഉൾപ്പെടുത്തി. പുതിയ ഉൾപ്പെടുത്തലിന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി യോഗം അംഗീകാരം നൽകി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.